വളാഞ്ചേരിയിൽ വോഡാഫോൺ ഓഫീസ് അടിച്ചു തകർത്തു. വളാഞ്ചേരി കുറ്റിപ്പുറം റോഡിലെ വോഡാഫോൺ ഓഫീസാണ് എടയൂർ സ്വദേശിയായ വ്യക്തി അടിച്ചു തകർത്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. എടയൂർ സ്വദേശിയായ വ്യക്തി പോസ്റ്റ്പെയ്ഡ് നമ്പർ പ്രീപെയ്ഡ് ആക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ വോഡാഫോൺ സെന്ററിൽ എത്തിയതായിരുന്നു. ജീവനക്കാരൻ അതിന്റെ നിബന്ധനകൾ വിശദീകരിച്ചു നൽകി ഏതാനും മണിക്കൂറിനുള്ളിൽ മാറ്റാമെന്നും പറഞ്ഞു. എന്നാൽ എത്രയും പെട്ടെന്ന് മാറ്റിത്തരണമെന്നും കാലതാമസം പറ്റില്ല എന്നും പറഞ്ഞ് അസഭ്യവർഷം നടത്തി. ഇത്തരം സംസാര രീതികളോട് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും കസ്റ്റമർ പ്രകോപിതനാവുകയായിരുന്നു എന്നും ജീവനക്കാർ പറഞ്ഞു. ഓഫീസിനകത്തെ കമ്പ്യൂട്ടറുകൾ കസേര ഉപയോഗിച്ച് അടിച്ചു തകർത്ത് ശേഷം സ്വന്തം വാഹനമെടുത്ത് പോകാൻ നിൽക്കുന്നതിനിടയിൽ ജീവനക്കാരി കാറിന്റെ ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ റിവേഴ്സ് എടുത്ത് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നും ജീവനക്കാർ പറഞ്ഞു. കസ്റ്റമർ കണക്ഷൻ്റെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ അത് പ്രീപെയ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യേണ്ട പ്രോസസ്സ് ഞാൻ പറഞ്ഞു കൊടുത്തു. കസ്റ്റമർ കെയറിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് അത് കോൾ വരുന്നവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങളോട് എന്തിനാ സ്റ്റോർ തുറന്നിട്ടിരിക്കുന്നത് വെച്ചിട്ട് അസഭ്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചെയർ എടുത്തിട്ട് നമ്മളെ 2 സിസ്റ്റം അടിച്ചു തകർത്തു. ആ ചെയർ കൊണ്ട് തന്നെ എൻ്റെ നെഞ്ഞിലേക്ക് എറിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ മുറിയായിട്ടുണ്ട്. പിന്നെ പോണ വഴിക്ക് നമ്മൾ തടയാൻ ശ്രമിച്ചപ്പോൾ അയാൾ കാർ എടുത്ത് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ നോക്കിയ ലേഡി സ്റ്റാഫിനെ റിവേഴ്സ് എടുത്ത് ഇടിക്കാൻ നോക്കി. അപ്പോൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബുള്ളറ്റ് ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് ആൾ പോയത്. കാരണം ആൾ റോങ് ആയിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നെ എണീച്ച് നിന്നിട്ട് അയാൾ ഇരുന്ന കസേര എടുത്ത് അടിക്കിയിരുന്നു. ഇതിന് മുന്നേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്താണ് റിക്വസ്റ്റ് എടുത്തതാണ്. പക്ഷേ കസ്റ്റമർ അതിന് ശേഷം കസ്റ്റമർ സ്വയം ചെയ്യാനുള്ള കാര്യങ്ങൾ കസ്റ്റമർ ചെയ്തില്ല. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് കസ്റ്റമറുടെ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള പ്രോസസ്സ് അവർക്ക് സ്വയം ചെയ്യാൻ കഴിയില്ല പറഞ്ഞപ്പോൾ അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമുക്ക് ചെയ്യാനുള്ളൂ. സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൾ ഹാജരായിട്ടില്ല. കാട്ടിപ്പരുത്തി സ്വദേശി രോഹിത്, പുത്തനത്താണി സ്വദേശി ഷീബ എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 പേരെയും വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വളാഞ്ചേരി പോലീസിൽ പരാതി നൽകി. ന്യൂസ് ഡെസ്ക് 3 Max Live.